വാളെടുത്തവൻ വാളാൽ, താൻ കുഴിച്ച കുഴിയിൽ താൻ. മലയാളികൾക്കെല്ലാം ചിരപരിചിതമായ പഴഞ്ചൊല്ലുകൾ. പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ. ഒരു കാലത്ത് നമ്മുടെ ഭാഗമായിരുന്ന ഭൂവിഭാഗത്തിൻ്റെ ഭരണകൂടം. നമസ്കാരം, ചെക്ക് പോസ്റ്റിലേക്ക് സ്വാഗതം. പഴഞ്ചൊല്ലുകൾ വെറുമൊരു വാക്കല്ല, അതിൽ കാലത്തിൻ്റെ കാവ്യനീതിയുണ്ട്. അയൽക്കാരൻ്റെ നെഞ്ചത്ത് തീ കോരിയിടാൻ സ്വന്തം മണ്ണിൽ വിഷവിത്തുകൾ പാകിയ പാകിസ്ഥാൻ സ്വയം കുഴിച്ച കുഴിയിലേക്ക് വീഴുമ്പോൾ പാക് അധിനിവേശ കാശ്മീരിൽ ആളിക്കത്തുന്നത് പുതിയൊരു ചരിത്ര നിയോഗത്തിൻ്റെ തീജ്വാലകളാണ്. നുണകളുടെ സാമ്രാജ്യം സ്വന്തം കൺമുന്നിൽ തകർന്ന് തരിപ്പണമാകുന്നു. മറ്റാരുമല്ല ഇത് വെളിപ്പെടുത്തിയത്, സാക്ഷാൽ പാക് പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേശകൻ റാണ സനാഉള്ള. പാക് വാർത്താ ചാനലായ ജിയോ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ആ സത്യം പരസ്യമായി സമ്മതിച്ചു. ഒരിക്കൽ നാം മുജാഹിദീനുകളുമായി പരിശീലനം നൽകിയ അതേ ആളുകളാണിത്. പോരാടാൻ നാം അവരെ അയച്ചു. എന്നാൽ ഇന്ന് അവർ നമ്മുടെ കഴുത്തിൽ ചുറ്റിയ അവസ്ഥയിലാണ്. ലോകം കേട്ട, ദശാബ്ദങ്ങളായി അന്താരാഷ്ട്ര വേദികളിൽ ഭാരതം വിളിച്ചു പറഞ്ഞ സത്യം പാകിസ്ഥാൻ ഇന്ന് സ്വന്തം നാവുകൊണ്ട് ലോകത്തിന് മുന്നിൽ അത് ഏറ്റുപറഞ്ഞിരിക്കുന്നു. തീവ്രവാദികളെ പിന്തുണയ്ക്കുകയും പരിശീലനം നൽകുകയും ചെയ്യുന്ന പാകിസ്ഥാൻ്റെ നയത്തിൻ്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളെ പരസ്യമായി അംഗീകരിക്കുന്നതായിരുന്നു ആ തുറന്നു പറച്ചിൽ. അഫ്ഗാൻ യുദ്ധസമയത്തെ ഭീകര സംഘടനകളുമായുള്ള പാകിസ്ഥാൻ്റെ ബന്ധവും അവരുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വളരെ കാലമായി നിരീക്ഷണത്തിലാണ്. പാക് അധീന കാശ്മീരിൽ ജൂലൈ 27-ന് മിർപൂർ ഡിവിഷനിൽ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ സുരക്ഷാസേന പ്രതിഷേധക്കാർക്ക് നേരെ നടത്തിയ വെടിവെപ്പിൽ 20ഓളം പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ. നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമടക്കം 37 പേർ കൊല്ലപ്പെട്ടു എന്ന് പ്രക്ഷോഭകർ ആരോപിക്കുന്നു. പെഷവാറിലെ ഒരു മോസ്കിനുള്ളിൽ പാകിസ്ഥാൻ സുരക്ഷാസേനയ്ക്ക് നേരെ മാരകമായ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ ആഗോള ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ മുജാഹിദീനുകളെ തയ്യാറാക്കിയത് ഒരു വലിയ തെറ്റായിരുന്നുവെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന റാണ സനാഉള്ള നാഷണൽ അസംബ്ലിയിൽ സമ്മതിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫും അതുതന്നെ പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടി ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലനം നൽകുകയും ഫണ്ട് നൽകുകയും ചെയ്ത രാജ്യത്തിൻ്റെ നിലപാടിനെ വൃത്തികെട്ട ജോലി, ഡേർട്ടി വർക്ക് എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത്. മന്ത്രി ഖവാജ ആസിഫ് പറഞ്ഞു, ശരിയാണ്, അമേരിക്കയ്ക്കും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കും വേണ്ടി ഏകദേശം 3 പതിറ്റാണ്ടുകളായി നമ്മൾ ഈ വൃത്തികെട്ട ജോലി ചെയ്യുകയായിരുന്നു. അതൊരു തെറ്റായിരുന്നു. അതിൽ നിന്ന് നമ്മൾ അനുഭവിച്ചു. അതിനാലാണ് നിങ്ങൾ എന്നോട് ഇത് പറയുന്നത്. സോവിയറ്റ് യൂണിയനെതിരായ യുദ്ധത്തിലും പിന്നീട് നവംബർ 9-ന് ശേഷമുള്ള യുദ്ധത്തിലും പങ്കുചേർന്നില്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ്റെ ട്രാക്ക് റെക്കോർഡ് പാളിച്ചകളില്ലാത്ത ഒന്നാകുമായിരുന്നു. ഇന്ന് അന്താരാഷ്ട്ര സമൂഹം ആശങ്കയോടെ കേൾക്കുന്ന വാർത്ത ഇതാണ്. പാക് അധിനിവേശ കാശ്മീരിലെ POKയിലെ ജനങ്ങൾ ഇന്ന് ഇസ്ലാമാബാദിൻ്റെ ഭരണകൂടത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവിടുത്തെ പ്രക്ഷോഭകാരികളും നേതാക്കളും ഇന്ന് പരസ്യമായി ലോകത്തോട് വിളിച്ചു പറയുന്നു, ഞങ്ങളെ ഈ പാക് സൈനിക ക്രൂരതയിൽ നിന്ന് രക്ഷിക്കൂ. ഭാരതം ഞങ്ങൾക്ക് ഭക്ഷണവും മരുന്നും നൽകി
സഹായിക്കണം. ഏതു ഭാരതത്തെ തകർക്കാനാണോ പാകിസ്ഥാൻ പദ്ധതികൾ മെനഞ്ഞത്, അതേ ഭാരതത്തിൻ്റെ കൈത്താങ്ങിനായി ഇന്ന് POKയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കൈകൂപ്പി നിൽക്കുന്നു. അയൽക്കാരൻ്റെ വീട് കത്തിക്കാൻ സ്വന്തം അടുക്കളയിൽ തീക്കനൽ സൂക്ഷിച്ച ഭരണകൂടം ഇന്ന് ആ തീ പടരുന്നത് സ്വന്തം മേൽക്കൂരയിലേക്കാണ്. സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലം മുതൽ പാക് സൈന്യവും ചാരസംഘടനയായ ISIയും ചേർന്ന് നടപ്പിലാക്കിയ തന്ത്രങ്ങളാണ് റാവൽപിണ്ടി പ്ലേ ബുക്ക് എന്നറിയപ്പെടുന്നത്. ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്ത് വളർത്തി പരിശീലനം നൽകി അതിർത്തി കടത്തിവിട്ടു. ഇന്ന് ആ വിഷപ്പാമ്പുകൾ സ്വന്തം യജമാനൻ്റെ തൊണ്ടക്കുഴിയിലേക്ക് തന്നെ പല്ലിറക്കിയിരിക്കുന്നു. അമേരിക്കയിൽ നിന്നും വിദേശ ഏജൻസികളിൽ നിന്നും ഭീകരവിരുദ്ധ പോരാട്ടത്തിൻ്റെ പേരിൽ വാങ്ങിക്കൂട്ടിയത് കോടികളാണ്. ആ പണം മുഴുവൻ ജനറൽമാരും രാഷ്ട്രീയക്കാരും തട്ടിയെടുത്തു. ജനങ്ങൾക്ക് എന്ത് ലഭിച്ചു? ദാരിദ്ര്യവും പട്ടിണിയും മാത്രം. ഭാരതത്തോടുള്ള പകമൂത്ത് സ്വന്തം രാജ്യത്തെ ഭീകരവാദത്തിൻ്റെ ഫാക്ടറിയാക്കി മാറ്റി. ശാസ്ത്രവും സാങ്കേതികവിദ്യയും കൊണ്ട് ലോകം മുന്നേറിയപ്പോൾ പാകിസ്ഥാൻ ബോംബുകളും ചോരപ്പുഴകളും മാത്രം സ്വപ്നം കണ്ടു. ഇസ്ലാമാബാദിൻ്റെ അഹങ്കാരത്തിന് കാലം കൊടുത്ത തികഞ്ഞ മറുപടിയാണിത്. എന്നാൽ ആരാണ് ഇന്ന് POKയിൽ നടക്കുന്ന ഈ അടിച്ചമർത്തലുകൾക്ക് പിന്നിൽ? മാധ്യമങ്ങൾ പറയുന്നു, ഇസ്ലാമാബാദിലെ പാവഭരണകൂടത്തിന് പിന്നിൽ നിന്ന് കളി നിയന്ത്രിക്കുന്നത് മറ്റാരുമല്ല, പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീർ തന്നെയാണ്. പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനും തോക്കിൻ മുന്നിൽ ഒതുക്കാനും അസീം മുനീർ നടപ്പിലാക്കിയ ക്രൂരമായ തന്ത്രങ്ങൾ ഏതൊരു മനുഷ്യനെയും ഞെട്ടിക്കുന്നതാണ്. ഉയർന്ന വൈദ്യുതി ബില്ലുകൾക്കും സബ്സിഡി വെട്ടിക്കുറച്ചതിനുമെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ അസീം മുനീർ നൽകിയ ഉത്തരവ് വ്യക്തമായിരുന്നു: സമരം ചെയ്യുന്നവരെ തോക്ക് കൊണ്ട് അടിച്ചമർത്തുക. സാമ്പത്തിക ഉപരോധമെന്ന കൊടും ക്രൂരതയാണ് ജനറൽ അസീം മുനീർ അവിടെ നടപ്പാക്കിയത്. പ്രക്ഷോഭകാരികളെ പട്ടിണിക്കിടാൻ വേണ്ടി ഗോതമ്പ്, റേഷൻ, ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയുടെ വിതരണം പൂർണ്ണമായും പാകിസ്ഥാൻ തടഞ്ഞു. പ്രധാന ഹൈവേകളിൽ ചരക്ക് ലോറികൾ തടഞ്ഞു. കുടിവെള്ളവും വൈദ്യുതിയും മനഃപൂർവ്വം വിച്ഛേദിച്ചു. സത്യം പുറം ലോകം അറിയാതിരിക്കാൻ ഇൻ്റർനെറ്റും മൊബൈൽ ഡാറ്റയും കട്ട് ചെയ്ത് മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. സ്വന്തം പൗരന്മാരെ ഭീകരരായി മുദ്രകുത്തി വേട്ടയാടുന്ന ഈ ഭരണത്തിനെതിരെയാണ് POKയിലെ ജനങ്ങൾ പാകിസ്ഥാനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞത്. പ്രഹസനമായി പാക് ഭരണകൂടം സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് ജനങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിച്ചു. ജമ്മു ആൻഡ് കാശ്മീർ ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റി JWACയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങി. റാവലക്കോട്ട്, മിർപൂർ, മുസഫറാബാദ് എന്നിവിടങ്ങളിൽ നിരവധി നിരപരാധികളെ പാക് സൈന്യം വെടിവെച്ച് കൊന്നപ്പോഴും ജനങ്ങൾ പിന്മാറിയില്ല. സുരക്ഷാസേന 37 പേരെ കൊലപ്പെടുത്തിയതായി ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചപ്പോഴും ആസിഫ് POK പ്രതിഷേധക്കാരെ ഇന്ത്യയെപ്പോലെ ശത്രുക്കളെന്ന് വിശേഷിപ്പിക്കുകയും അവരുമായുള്ള ചർച്ചകൾ തള്ളിക്കളയുകയും ചെയ്തു. ആസിഫ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, പ്രതിഷേധക്കാരുമായി ചർച്ചയുണ്ടാകില്ല. ഞാൻ അവരെ ഇന്ത്യക്കൊപ്പമാണ് കാണുന്നത്. ഞാൻ അവരെ ഇന്ത്യയുടെ അതേ വിഭാഗത്തിൽപ്പെടുത്തുകയും പാകിസ്ഥാൻ്റെ ശത്രുക്കളായി കരുതുകയും ചെയ്യുന്നു. റാവലക്കോട് തങ്ങളുടെ നഗരമാണെന്ന് അവാമി ആക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചു. പാക് സൈന്യത്തെ അധിനിവേശ ശക്തികൾ എന്നവർ പരസ്യമായി വിളിച്ചു. അവർ ഇസ്ലാമാബാദിന് നൽകിയ മുന്നറിയിപ്പ് കേൾക്കുക: നിങ്ങൾ ഇന്ന് വിതയ്ക്കുന്ന ഈ വിദ്വേഷം നാളെ നിങ്ങൾക്ക് താങ്ങാകില്ല. ലണ്ടനിലും ബ്രാഡ്ഫോർഡിലും മാഞ്ചസ്റ്ററിലും കാശ്മീരി ഡയസ്പോറ തെരുവിലിറങ്ങി.
ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷണർ ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നത്തെ POK എന്നും ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. 1947 ഒക്ടോബർ 26 ജമ്മു കാശ്മീർ ഭരണാധികാരി മഹാരാജ ഹരിസിംഗ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ കരാറിൽ ഒപ്പുവെച്ചതോടെ മുഴുവൻ കാശ്മീരും നിയമപരമായി ഭാരതത്തിൻ്റെ ഭാഗമായി. പാകിസ്ഥാൻ അത് വഞ്ചനയിലൂടെ പിടിച്ചടക്കുകയായിരുന്നു. 1963 ഷക്സ്കം താഴ്വര നിയമവിരുദ്ധമായി ചൈനയ്ക്ക് അവർ നൽകുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഭാരതത്തിൻ്റെ നിലപാട് മൂർച്ചയുള്ളതാണ്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ വാക്കുകൾ വ്യക്തമാണ്. POKയിൽ നടക്കുന്നത് പാകിസ്ഥാൻ്റെ ദീർഘകാലത്തെ അടിച്ചമർത്തലിനും ചൂഷണത്തിനുമെതിരെയുള്ള ജനങ്ങളുടെ സ്വാഭാവിക പ്രതികരണമാണ്. 1994 ഇന്ത്യൻ പാർലമെൻറ്റ് പ്രമേയം ഓർമ്മിപ്പിച്ച് ഭാരതം ആവർത്തിച്ചു. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി പിടിച്ചടക്കിയ POK ഒഴിയണം. ഭാരത സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇനി പാകിസ്ഥാനുമായി ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് പാക് അധിനിവേശ കാശ്മീർ ഭാരതത്തിന് പൂർണ്ണമായി തിരികെ നൽകുന്നതിനെക്കുറിച്ച് മാത്രമായിരിക്കും. നോക്കുക, ഒരേ കാശ്മീർ, രണ്ട് ചിത്രങ്ങൾ. ഭാരതത്തിൻ്റെ ഭാഗമായ ജമ്മു കാശ്മീരിൽ ജനങ്ങൾ 65% വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യവും വികസനവും ആഘോഷിക്കുന്നു. മറുവശത്ത് പാക് അധിനിവേശ കാശ്മീരിൽ ജനങ്ങൾ പട്ടിണി കാരണം ഭാരതത്തിൻ്റെ സഹായം തേടുന്നു. പാക് സൈന്യത്തിൻ്റെ തോക്കുകൾക്ക് മുമ്പിൽ അവർ നെഞ്ചു വിരിച്ചു നിൽക്കുന്നു. ആയിരത്തി 1971 93,000 പാക് സൈനികർ ഭാരതീയ സേനയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി. ബംഗ്ലാദേശ് ജന്മമെടുത്തു. ഇന്ന് സ്വന്തം ജനങ്ങൾ തന്നെ ഭാരതത്തെ വിളിക്കുമ്പോൾ മറ്റൊരു 1971 വക്കിലാണ് പാകിസ്ഥാൻ. അന്ന് അഹങ്കാരത്തോടെ കുഴിച്ച കുഴിയിൽ ഇന്ന് പാകിസ്ഥാൻ വീഴുന്നു. മറ്റുള്ളവരുടെ കുഴി തോണ്ടാൻ പോയവർ സ്വന്തം കുഴിയിൽ തെന്നി വീണു. വാളെടുത്തവൻ വാളാൽ. ഇതാണ് പാകിസ്ഥാൻ്റെ പതനം. ഇതാണ് ഭാരതത്തിൻ്റെ നയതന്ത്ര വിജയവും. ഇപ്പോൾ അവസാന ചെക്ക് പോയിന്റിൽ നിൽക്കുമ്പോൾ ഒരു വലിയ ചോദ്യം: ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്താണ്? ആയുധങ്ങളോ, അതിർത്തികളോ, അന്താരാഷ്ട്ര സഖ്യങ്ങളോ, അതോ സ്വന്തം ജനങ്ങളുടെ വിശ്വാസമോ? ചരിത്രം ആരോടും പ്രതികാരം ചെയ്യുന്നില്ല. പക്ഷേ ഓരോ തീരുമാനത്തിനും ഒരു ഫലമുണ്ടെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിദ്വേഷത്തിൽ പണിത രാഷ്ട്രങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. വിശ്വാസത്തിൽ പണിത രാഷ്ട്രങ്ങളാണ് കാലത്തെ അതിജീവിക്കുന്നത്. വാർത്തകൾ മാറും, തലക്കെട്ടുകൾ മാറും, പക്ഷേ ചരിത്രത്തിൻ്റെ പാഠങ്ങൾ നിലനിൽക്കും. മറ്റൊരു വിശകലനവുമായി ചെക്ക് പോസ്റ്റിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.